സംസ്ഥാനത്ത് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയതിന്റെ ആവേശത്തിലാണ് കേരളത്തിൽ BJP നേതൃത്വം. 3 മിന്നും ജയം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കൂടുതൽ കരുത്തനാക്കും. 6 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയതും BJPയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുകയാണ്. നമുക്ക് ചർച്ചയിലേക്ക് എന്ന് പറഞ്ഞാൽ BJP സമാനതയില്ലാത്ത വലിയ വിജയം സ്വന്തമാക്കി. നേമത്ത് അവർക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അക്കൗണ്ട് പൊട്ടിച്ചിരുന്നു വി ശിവൻകുട്ടി. അക്കൗണ്ട് പൊട്ടിച്ച അതിൽ ഇരട്ടപ്പൂടിട്ട് പൂട്ടി എന്നുള്ളതായിരുന്നു വി ശിവൻകുട്ടി പറഞ്ഞതെങ്കിൽ, പക്ഷേ ആ പൂട്ട് പൊട്ടിച്ചു. ഒന്ന് പോയപ്പോൾ 3ആയി അവർ തിരിച്ചു വരികയാണ്. ഉറപ്പായും നിർണായക സാന്നിധ്യമാണ് എന്ന് ഉറപ്പായും പറയാം. അതവർ ഈ പറയുന്ന രാഷ്ട്രീയമായി നടത്തിയ പ്രചരണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ധ്രുവീകരണ ശ്രമങ്ങൾ നടത്തിയെന്നതിനൊക്കെ അവർ മാറ്റി നിർത്തിക്കുന്നത്. ഇവർ 3 പേരും ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് ഇവിടെ ചാത്തന്നൂരെ വിജയമാണ്. അവിടുത്തെ ആ സ്ഥാനാർത്ഥി അവിടെ 5 വർഷമായി അവിടെ നേരത്തെ ഇന്നലെ SK പറഞ്ഞതുപോലെ ആ പ്രയോഗം പോലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുകയാണ്. ഇനി വി മുരളീധരൻ അവിടെ കേന്ദ്രമന്ത്രിയെ പോകുന്ന സമയത്തും കഴക്കൂട്ടത്ത് അദ്ദേഹം ശ്രദ്ധയുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ കാര്യം നമുക്ക് അത് വേറൊരു സാഹചര്യം കൂടിയാണത്. SK എന്തായാലും ഈ പറയുന്ന ഈ 3 സീറ്റിന് ഗംഭീര വിജയം നേടിയെന്ന് പറയുമ്പോൾ പോലും അവരുടെ വോട്ട് വിഹിതത്തിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടില്ല എന്നത് ഇപ്പോൾ BJPയെ നിരാശരാക്കുന്ന ഒരു ഘടകം തന്നെയാണെന്ന് ഉറപ്പായും പറയാം. 3 സീറ്റുകൾ ജയിച്ചു, പലയിടത്തും 2ാം സ്ഥാനത്ത് എത്തിയെന്ന് പറയുമ്പോൾ പോലും 20% മുകളിലേക്ക് എത്തിക്കുക, സംസ്ഥാനത്തെ ഈ പറഞ്ഞ ട്രൈ പാർട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ ദ്വിമുന്നണി സംവിധാനത്തിൽ മാറി ത്രിമുന്നണി സംവിധാനത്തിലേക്കാക്കുക എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പക്ഷേ അത് സംഭവിച്ചേയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷൻ കണക്കുകൾ പ്രകാരം ഇത്തവണ BJP കിട്ടിയത് 11.42% വോട്ട് വിഹിതം മാത്രമാണ്. 2021 അത് 11.3% 23,000 അപ്പോൾ അതിൻ്റെ ഫൈനൽ കണക്ക് 23,54,468 വോട്ട്. ഇക്കുറി അത് 24,66,178 വോട്ട്. മാത്രമല്ല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 16.68%, 2020 തദ്ദേശത്തിൽ 14.6%. അങ്ങനെ അടുത്ത കാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ നല്ല പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിയ BJP പക്ഷേ ഇക്കുറി ആ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാന വർധനവിലേക്ക് എത്തിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്ന് പറയുമ്പോൾ പോലും 3 സീറ്റ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല BJPക്ക്. അവർ കേരളത്തിൽ കേരളത്തിൽ ശക്തമായ ഒരു രാഷ്ട്രീയ കാലൂന്നി കേരളത്തിൽ അധികാരം പിടിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന LDF UDF എന്ന മട്ടിൽ ഒരു 3ാം കക്ഷി ആവുന്നതിലേക്കോ ഒക്കെ ഒരുപക്ഷെ നയിച്ചേക്കാവും തുടക്കം എന്ന മട്ടിൽ അവരുടെ 3 വിജയം നേടുന്നുണ്ട്. ഉറപ്പായും സഭയ്ക്കുള്ളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ശേഷിയുള്ളവർ തന്നെയാണ് ജയിച്ചു പോയിരിക്കുന്നത് 3 പേർ. രാജീവ് ചന്ദ്രശേഖരന് ഒരുപക്ഷെ കുറച്ച് ഭാഷാപരിമിതിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇലക്ഷൻ എങ്ങനെ മാനേജ് ചെയ്യാൻ എന്ന് വളരെ നന്നായി അറിയാവുന്ന ആളാണ്. സഭയ്ക്കുള്ളിൽ ഏത് രീതിയിൽ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വളരെ നന്നായി അറിയാവുന്ന ആളാണ് വി മുരളീധരൻ. സഭയ്ക്കകത്ത് ഈ 3 പേരും ഒരു പ്രസൻസ് ആവും എന്ന കാര്യത്തിൽ ഒരു തർക്കമാണ്. നേരത്തെ O രാജഗോപാൽ ഒറ്റ അംഗമായി സഭയ്ക്കകത്തിരുന്നത് പോലെയല്ല. O രാജഗോപാൽ വേറൊരു സ്വഭാവക്കാരനായിരുന്നു. അദ്ദേഹം അങ്ങനെ ഇപ്പോൾ P ശ്രീരാമകൃഷ്ണനെ സ്പീക്കർ സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യും. അദ്ദേഹം ശ്രീരാമകൃഷ്ണൻ അനുകൂലമായി വോട്ട് ചെയ്തു. എന്തുകൊണ്ട് വോട്ട് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴേക്കും അതിനകത്ത് രാമൻ കൃഷ്ണൻ എല്ലാവരും ഉണ്ട്, അപ്പോൾ ഞാൻ വോട്ട് ചെയ്തു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരാളാണ് O രാജഗോപാൽ. അദ്ദേഹം പലപ്പോഴും BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ മറന്നുകൊണ്ട് സഭയ്ക്കകത്ത് പെരുമാറുന്ന നമ്മൾ കണ്ടു. പക്ഷേ ഈ നേതാക്കൾ അങ്ങനെയല്ല. കാര്യം BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, BJPയുടെ മുതിർന്ന കേന്ദ്ര നേതാവാണ്, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. BJP രാഷ്ട്രീയം അത് കലർപ്പില്ലാതെ നന്നായി പറയാൻ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ സഭയ്ക്കുള്ളിൽ അവർ പെർഫോം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നോക്കേണ്ടത് LDF എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ആൾക്കാർക്ക് ഇറങ്ങി മത്സരിക്കും, അവർക്ക് പ്രചരണം നടത്തും. പക്ഷേ B ഗോപാലകൃഷ്ണനെ പോലെയൊന്നും അങ്ങനെ കുടിയ വർഗീയത ഈ ജയിച്ച ആൾക്കാരും ആ മണ്ഡലങ്ങളിൽ പരസ്യമായി പറഞ്ഞിട്ടില്ല എന്നതുകൂടി എടുത്തു പറയണം. ജനാധിപത്യത്തിൽ അവർ മത്സരിച്ച് അവർ ജയിച്ചു. ഇനിയിപ്പോൾ ഈ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ മത്സരിച്ച് 2 സ്ഥലങ്ങളിൽ LDFന് വോട്ട് കുറയുന്ന സാഹചര്യം കണ്ടു. ഒരിടത്ത് നേമത്ത് UDFന് വോട്ട് കുറയുന്ന സാഹചര്യം കണ്ടു. ജയിക്കുമ്പോഴേക്കും ഇന്ന വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ വലിയ കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ബോധപൂർവ്വം വോട്ട് മറച്ചു കൊടുക്കലൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണെന്നാലും എനിക്കറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ CPMന് എത്ര വോട്ട് കുറഞ്ഞോ അത്രയും ശതമാനത്തിൻ്റെ വോട്ടുകൾ BJP കിട്ടുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കണക്കെടുക്കലിനോട് എനിക്ക് കാര്യമായി യോജിപ്പില്ല. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നുണ്ട്. ഇടതുപക്ഷം LDF UDF എന്നതിനപ്പുറം അതിശക്തമായ സാന്നിധ്യമായി BJP മാറുന്നു എന്നതിൽ തർക്കം വേണ്ട. അതിന് ഏത് രീതിയിൽ അഡ്രസ്സ് ചെയ്യണം, രാഷ്ട്രീയമായി അഡ്രസ്സ് ചെയ്യണം. ഇപ്പോൾ ഇന്നലെ VD സതീശൻ പറയുന്നത് പോലെ അവർ സഭയിലേക്ക് വരും. ജനാധിപത്യത്തിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, സഭയിലേക്ക് വരും. അപ്പോൾ അവർ സഭയിലേക്ക് വരുമ്പോൾ 3 എത്രയധികം ആവുന്നതിന് ഏത് രീതിയിൽ രാഷ്ട്രീയമായി തടയാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ടത് LDFും UDFുമാണ്, CPMും കോൺഗ്രസും ബാക്കി രാഷ്ട്രീയ പാർട്ടികളൊക്കെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.